അസ്സലാമു അലൈക്കും. നമുക്കൊന്നൊരു കണ്ണിമാങ്ങ അച്ചാർ റെസിപ്പി നോക്കിയാലോ. ഇതൊരു വർഷം പഴക്കമുള്ള കണ്ണിമാങ്ങ ഉണ്ട്, കഴിഞ്ഞ വർഷത്തേന്. അപ്പോൾ അത് നല്ല പാകമായിരിക്കണം, തൊട്ടാലിങ്ങനെ അലിഞ്ഞ് പോകുന്ന ടേസ്റ്റ് ആയിരിക്കണം. അപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ചാൽ പെരുന്നാൾക്ക് കഴിക്കാമല്ലോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ എണ്ണ ഒഴിച്ച് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പിൻ്റെ ഇല, കടുക് എല്ലാം മൂപ്പിച്ചതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അധികം ഞാൻ ഇട്ട് കൊടുക്കുന്നത് അച്ചാറും പൊടിയാണ് കേട്ടോ. അച്ചാറും പൊടി ഇട്ടതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചുവപ്പ് മുളക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിട്ട് ഇളക്കി കൊടുത്ത് നല്ല മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഉലുവ, കടുക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടെടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി മൂത്ത് വന്നാൽ നമുക്ക് ഇതിലേക്ക് സുർക്ക ഒഴിച്ച് കൊടുക്കുക. സുർക്ക ഒഴിച്ച് ആദ്യം തന്നെ സുർക്ക ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ചാർ കേട് വരാതിരിക്കാനാണ്. കുറേ കാലം അച്ചാർ കേട് വരാതിരിക്കും. എന്നിട്ട് സുർക്ക ഒഴിച്ച് നല്ല തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ണിമാങ്ങ ഇട്ട് കൊടുക്കുക. അപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഞങ്ങൾക്ക് ഈ അച്ചാർ ഒന്ന് ഉണ്ടാക്കിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം കമൻറ്റ് പറയും. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് കണ്ണിമാങ്ങ ഉണ്ട് കിട്ടുക. ലാസ്റ്റ് നമുക്ക് കായപ്പൊടി